എടാ ദില്ലേ, ക്രിസ്മസ് ആ വരുന്നത്, കയ്യിൽ നയാ പൈസ ഇല്ല. ശരിയാ. ഒരു കരോള് സെറ്റ് ചെയ്താൽ വല്ലതും തടയും. ഒരു ക്വാർട്ടർ മേടിക്കാൻ വരെ കാശില്ല. എടാ നീ ഒരു പണിയേ, നമ്മുടെ അഖിലിനെ ബേസിലേക്ക് വിളിക്ക്. എടാ അഖില് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടേക്കാ നീ. ആ അഖിലോ? അതേ നീ മലയ്ക്ക് പോകാനോ? അതെ. എപ്പോ? ഭഗവാനേ സ്വാമിയേ. നീയൊക്കെ ആരോട് ചോദിച്ചിട്ടാടാ ഇങ്ങോട്ട് വന്നേ? അതെന്നാ വർത്താനം കളിയാ? ഹോ, നീയൊക്കെ എന്റെ വ്രതം തെറ്റിക്കാനായിട്ട് വന്നല്ലേടാ. വിട്ടോ മണ്ഡലകാലം കഴിയണവരെ ഒരുത്തിനും ഈ പടി ചവിട്ടി പോരുത്. പോ 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 സ്വാമിയേ. എൻ്റെ പൊന്നളിയാ, കരോളിൻ്റെ സീസണാ. 10 പൈസ ഉണ്ടാക്കുന്ന കാര്യം പറയാനായിട്ട് ഞങ്ങൾ നിന്നെ കാണാൻ വന്നതാ. അപ്പളാ നിന്റെ ഈ സൈസ് വർത്താനം. മുട്ട പപ്സ് കഴിച്ചിട്ടുണ്ടല്ലേ? നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കൈയിട്. അതിന് ഞാൻ വെജ് പപ്സാ കഴിച്ചേക്കുന്നത്. എന്നാലും നീ മുട്ട പപ്സ് കഴിച്ചവന്റെ കൂടെ ഇരുന്നല്ലേ വെജ് പപ്സ് കഴിച്ചേ? ഇവര് പ്രാന്തടാ. ഞാൻ പോവാ, നീ വരുന്നുണ്ടോ? മാല ഇട്ടപ്പോ മുഴുവട്ടായി. സ്വാമിയേ, മുട്ട പപ്സ് നിന്നിച്ച് വന്നേക്കുവാ പുലിനെയും കൊണ്ട് എന്നെ പിടിപ്പിക്കാനായിട്ട്. നല്ല മുട്ട പപ്സ് ആയിരുന്നു. അവിടുത്തെ വെജ് നല്ലതായിരുന്നു. ആ എടാ ദേ അവൻ. എന്തോ പറയാനാടാ, എൻ്റെ ഭാര്യ ഒരു ഫെമിനിസ്റ്റാന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. ഈ മണ്ഡലകാലത്ത് മാസമുറയായ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നാണല്ലോ നാട്ടു നടപ്പ്. ഈ കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുവാ, ഞാനും 2 പെൺമക്കളും മാറി നിൽക്കണേക്കാളും നല്ലത് ചേട്ടൻ അങ്ങ് മാറി നിൽക്കണതല്ലേന്ന്. അപ്പോ സ്വാമിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? ഇപ്പോ സ്വാമി പെരുവഴിയായി അല്ലേ? എങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടുമല്ലേ? കരോളിന്റെ പരിപാടി ഇന്ന് തന്നെ തുടങ്ങണം. ഞാൻ നാടകത്തിന് പോയിട്ട് നേരെ അങ്ങ് വന്നേക്കാം. പക്ഷെ ഒരു കാര്യം, നോമ്പുള്ള വീട്ടിൽ മാത്രമേ ഞാൻ കയറുള്ളൂ. ഈ ദില്ലി ഇതെവിടെ പോയി? അവൻ രസതന്ത്രം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഹാപ്പി ക്രിസ്മസ് എന്ന നാടകത്തിൽ പെൺവേഷത്തിൽ അഭിനയിക്കാൻ പോയേക്കുന്നു. അതേ വന്നല്ലോ. ഇതെന്ത് സാന്റാക്ലോസാ? ഇത് സാന്റാക്ലോസ് അല്ല, ശാന്താകുര്യാക്കോസ് ക്യാരക്ടർ. മാസ്ക് ഇല്ലാതെ മാനം പോയനെ കവലക്കൂടി വന്നപ്പോ. സമയം പോയോ? പിന്നെ സമയം പോയില്ലേ? ഇനിയിപ്പോൾ ഒരു പണിയേ, ഞാൻ നേരെ ബേസിലിനെയും കൂട്ടി ഡ്രമ്മ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ വിട്ടോ, മറക്കണ്ട. ആദ്യം പോകേണ്ടത് പൂത്ത കാശുകാരനായ കുപ്പശ്ശേരി രതീഷിന്റെ വീട്ടിൽ. പുള്ളിക്കാരന് നോമ്പൊക്കെ ഉണ്ടോ? കാണും. പടക്കം ഇരിക്കുന്ന ബാഗൊക്കെ അറിയില്ല. ബാഗൊക്കെ അമ്മാര് കൊണ്ടുവരും. നാളെ മുതൽ ഞാൻ കാണിച്ചു തരാം. ഇതന്നെ അയ്യപ്പന്റെ കൂടെ സാന്താക്ലോസ് വരുന്നേ? പാവരല്ലേ വരണ്ടേ? മൂക്കറ്റം കുടിച്ചിട്ട് നിൽക്കുവാ അല്ലേ സ്വാമിയേ? നാളെ ഞാനും മാല ഇടുക. ഇന്ന് 12 മണി വരെ അടി തന്നെ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അകത്താളുണ്ട്. പട്ടി ഉണ്ടോന്ന് നോക്കാം ആദ്യം. കൊരയൊന്നും കേൾക്കുന്നില്ല, ധൈര്യമായിട്ട് കയറിക്കും. ഈ പടക്കമൊക്കെ ലാസ്റ്റ് എടുക്കാം. നീ കൊട്ട്, നീ പോയി മുട്ട്, ഞാൻ പോയി കൊള്ളാം. നല്ലൊരു ദിവസമായിട്ട് എൻ്റെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ആരുമില്ലല്ലോ. എന്താണ്? എന്നാ നമുക്ക് പോവാം. ഈ തോക്കാണ് നിങ്ങളുടെ പ്രശ്നം? ഇപ്പം നിങ്ങളുടെ പ്രശ്നം മാറിയില്ലേ?
ഇനി ധൈര്യമായിട്ട് പാടിക്കോ, വന്ന കാര്യം നടക്കട്ടെ കണ്ട്. എന്നാ പാടാല്ലേ? കൈകാലാട്ടി ചിരിച്ചപ്പോൾ കൊള്ളാലോടാ നിങ്ങള്. ഇനി അയ്യോ ഇനിയില്ല. ഒരു വീട്ടിലൊരു പാട്ടേ ഞങ്ങൾ പാടുള്ളൂ. അയ്യോ അതെന്നാ, ഒരു പാട്ടും കൂടെ പാടുന്നേ. ഞങ്ങൾക്ക് ഇവിടെ കുറേ വീട്ടിൽ പോകാനുള്ളതല്ലേ, എന്നാലേ ഞങ്ങൾക്ക് കുറേ പൈസ കിട്ടുള്ളൂ. അയ്യോ ആണല്ലേ. ഇന്ന് മൊത്തം കയറിയാൽ നിങ്ങൾക്ക് എന്നെ കിട്ടും? ഞങ്ങൾക്ക് ഒരു 12,500 കിട്ടും. ഞാനൊരു 5,000 രൂപ അങ്ങോട്ട് തരാം, ഒരു പാട്ടും കൂടെ പാടുന്നേ. അമ്പേ ഗേറ്റ് അടക്കടാ. അതെന്തിനാ? തുടങ്ങിക്കോ. ഒരു സാന്റാക്ലോസ് വരുന്നടാ ഇന്ന്, ആഘോഷ തുടക്കമായി ഇന്ന്, ഇതൊന്ന് കെട്ടും തുടങ്ങിയിടും പാട്ട്. മടുത്തു കുപ്പശ്ശേരി രതീഷ് ചേട്ടാ. ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. 2 ദിവസം തുള്ളാനുള്ള പൈസയാണ് നിനക്കൊക്കെ തന്നേക്കുന്നേ. തുള്ളിയിട്ട് പോയാ മതി. എടാ ഇങ്ങനെ പോയ ഇവിടെ കിടന്ന് തുള്ളി തുള്ളി നമ്മൾ ചാവും. എന്തെങ്കിലും ചെയ്യണം. എന്നെ രക്ഷപ്പെടണം. വാ. അമ്പേ ഇവന്മാരെ ഒന്ന് നോക്കണം, ഞാൻ 5 മിനിറ്റ് ഉറങ്ങാം. ഭാഗ്യം ആ പ്രാന്തൻ ഉറങ്ങി. ഇനി കുറച്ചു നേരം സമാധാനമായിട്ട് നിൽക്കാലോ. സാമിയേ, നമുക്കിങ്ങനെയും ഇവിടെ നിന്ന് മാറണം. എന്നാ ഒരു വഴി? അതെ, ഒരു ഭ്രാന്തൻ ഉറങ്ങി. ഇനി മറ്റേ ഭ്രാന്തൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ ഇന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അതിനൊരു മാർഗമുണ്ട്. ഇതിനല്ലേ നീ ഇനി സാന്റാ ക്ലോസ് അല്ല, ശാന്ത കുര്യാക്കോസാ. കലിപ്പേട്ടാ, എൻ്റെ അവിടെ ഒരു ചേച്ചി സാരിയൊക്കെ കൊടുത്ത്. എവിടെ? സുന്ദരിയാണോ? ആ അയ്യേ, ആശാൻ ഉറങ്ങിയത് നന്നായി. ഞാനൊരു ബ്രഹ്മചാരിയായി പോയില്ലേ സ്വാമിയേ. നീ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ പെണ്ണൊന്നുമല്ല, ആണാണ് ആണ്. നീ ഇപ്പൊ ആണായാലും എനിക്കിപ്പൊ എന്താ? ഓടാ കാംപ്രാന്ത. എടാ ഇവ മറ്റവനാടാ, മറ്റവൻ. ഓടിക്കോടാ. ആശാനെ വെച്ച വെടി. അയ്യോ, നമ്മുടെ സാന്റയ്ക്ക് വെടി കൊണ്ടാ. ഞാൻ നോക്കൂല. ശവം കണ്ട ശബരിമലയ്ക്ക് പോകാൻ പറ്റൂല. അളിയാ പ്രാന്തിന് ഉന്നം തെറ്റി, നമ്മുടെ ബാഗിലിട്ട പിടിയുണ്ട്. ആശാൻ ശരിക്കും വെടി പൊട്ടിച്ച? ആശാൻ നീ എവിടെ പോയി? ആരാടാ ബാഗിൽ പടക്കം കൊണ്ടുവച്ചേ? അമ്പി
അവന്മാരുടെ പറ പടക്കം എടുത്തോണ്ട് പോകാൻ. എനിക്ക് പടക്കം പേടിയാണെന്ന് അറിയത്തില്ലേ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? അത് മതി നീ. ആ ഞാൻ വന്നല്ലോ. എന്നാലും ഇന്നലെ ഉണ്ടാക്കിയ പുകില എൻ്റെ അളിയാ. എൻ്റെ പൊന്നോ, നീ അത് ഓർപ്പിക്കല്ലേ. എടാ, ഞങ്ങൾ നിന്നോട് എന്നാ വരാൻ പറഞ്ഞതറിയോ? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് പൈസയ്ക്കൊക്കെ ഒത്തിരി ആവശ്യമുള്ളതല്ലേ? ശബരിമലയ്ക്കും പോകണം. അതുകൊണ്ട് ദേ, നമ്മൾ ഇന്നലത്തെ കരോളിൻ്റെ പൈസയാണ്. ഇത് നീ കൈവച്ചു. ഈ തവണ അയ്യപ്പൻ്റെ മലയ്ക്ക് പോക്ക് സാൻ്റെയുടെ പക. അതൊന്നും വേണ്ട, അത് കൈവച്ചോ. ആന്തടാ, നീ ഇത് വെച്ചോ? ആ വാങ്ങിച്ചോടാ. അതൊന്നും വേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഇനി മുട്ട പപ്സിൻ്റെ മണം എങ്ങാനും വന്നിട്ടാണോ? അതെ, അത് ഞാൻ വെറുതെ തന്നല്ല, അതെന്റെ ഷെയറാ. നാളെ മാല ഊരിട്ട് ഞാൻ ഒരു വരവങ്ങ് വരും. അപ്പൊ നമുക്ക് കുപ്പിയെടുത്ത് അടിച്ച് പൊളിക്കാനുള്ളതാ. അപ്പോ ഹാപ്പി ക്രിസ്മസ്.